യോങ് മിൻജോ പറയുവാണ് ഡേയോണിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഡേയോൺ പറയുവാണ് ഇല്ല, ഞാൻ എവിടേക്കും പോയില്ല, നിന്നെ വിട്ട് ഞാൻ പോയില്ല എന്ന്. അപ്പോൾ യോങ് മിൻജോ പറയുവാണ് ഇപ്പോൾ ഞാനൊരു കൺഫേം ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ്, അത് മാത്രമല്ല നീ ഇപ്പോൾ എന്നെ തുടയും കൂടി ചെയ്തു, ഒരു സോൾജർ ആയിട്ടുള്ള എൻ്റെ ഓർഡറാണ്, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോകണം. യോങ് മിൻജോ ആണെങ്കിൽ ഐസൊലേഷനിലാണ്. ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന ഡോക്ടർ കാങ്ങിൻ്റെ അടുത്ത് ഡേയോൺ ചോദിക്കുവാണ് യോങ് മിൻജോന് ഇപ്പം എങ്ങനെയുണ്ട്, അവൾ ജീവനോടെ തന്നെ വരുമോ, അവളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പം എങ്ങനെയാണ്. ഡോക്ടർ പറയുവാണ് ഇതിന് 100% മരുന്നില്ല, പക്ഷേ യോങ് മിൻജോനെ പോലെ നല്ല യങ്ങും ഹെൽത്തിയും ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയും. അതുമാത്രമല്ല അവളുടെ ഇമ്മ്യൂൺ സിസ്റ്റവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. വെളിയിൽ വരുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ യൂഷിജിൻ്റെ അടുത്ത് പറയുവാണ് അവളുടെ ഇമ്മ്യൂൺ സിസ്റ്റവും കാണാൻ നോർമലായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിലും അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ഡോക്ടർ സോങ്ങിനും ശരീരം വല്ലാതെ വരുവാണ്. എല്ലാ സോൾജേഴ്സിനെയും ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നഴ്സ് കോയ ആണെങ്കിൽ ഡോക്ടർ സോങ്ങിൻ്റെ അടുത്ത് അയാളുടെ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുവാണ് ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുവന്നല്ലോ, എന്തെങ്കിലുമൊക്കെ സിനിമാസോ വല്ലതൊക്കെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ നഴ്സ് കോയ ആണെങ്കിൽ ഇയാളുടെ ടെമ്പറേച്ചർ ഇതിലായിട്ടും കുറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കുവാണ്. നിനക്ക് ഈ സൂചി കുത്താനൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് മുന്നേ അറിയാം, അത് ശരി, ഇപ്പം എന്താ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഒരു സ്നേഹമൊക്കെ വരുന്നു, എന്താ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം പോസിറ്റീവ് ആയോ. അപ്പോൾ നഴ്സ് കോയ ആണെങ്കിൽ ഡോക്ടറിൻ്റെ മുതുകിൽ ആഞ്ഞൊരു അടി അടിച്ചിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത് സാധാരണ ഒരു കോൾഡ് കഫ് മാത്രമാണ്, അതും വെച്ചിട്ട് ഓവറായിട്ട് സംസാരിക്കാതെ വേദനിച്ച് എന്നെ വിളിക്കും, ഞാനിപ്പോൾ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഒരുപക്ഷെ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും ഞാൻ. അപ്പോൾ നഴ്സ് പറയുകയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുമെന്ന്. ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോഴും അവരുടെ സ്നേഹത്തെ അവരവിടെ തുറന്നു കാട്ടുവാണ്. ഡേയോൺ ചോദിക്കുവാണ് യോങ് മിൻജോന് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ യൂഷിജൻ പറയുവാണ് അവൾ ഇപ്പോഴൊരു പേഷ്യൻ്റ് ഒന്നും അല്ല, അവളൊരു ഡോക്ടറാണെന്ന കാര്യം നീ മറന്നുവല്ലോ, അവളെ നോക്കുന്നുണ്ട്, ചീഫ് മാനേജറെയും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഡേയോൺ പറയുവാണ് ഞാൻ യോങ് മിൻജോനെ തിരക്കിയതായിട്ടുള്ള കാര്യം അവളോട് പറയണേന്ന്. അപ്പോൾ ഡേയോൺ പറയുവാണ് ഞാൻ എൻ്റെ ഒരു കടം നികത്താൻ പോവുകയാണ്, അന്ന് ഞാൻ ഇതേ സ്ഥലത്തിരിക്കാൻ നേരത്ത് ഡോക്ടർ കാങ്ങിന് എന്നോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നീ ഒരുക്കി തന്നു, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിനക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഈ ഫോൺ നീ വെച്ചോ, ഇതിൽ ചാനൽ 3 മെഡിക്യൂബിൻ്റേതാണ്, നിനക്ക് യോങ് മിൻജോ ആയിട്ട് സംസാരിക്കാം. ഫോൺ ഡേയോണിൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ യോങ് മിൻജോ അനൗൺസ് ചെയ്യുവാണ് ഡേയോൺ ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാൻ പറയാനെന്ന്. എല്ലാവർക്കും ഒരു സീക്രട്ട് പേരുണ്ടല്ലോ, അപ്പം ആ ഒരു പേര് വെച്ചിട്ട് ഡോഗർന്ന് യോങ് മിൻജോനെ ഡേയോൺ വിളിക്കുവാണ്. ആ പേര് കേട്ട ഉടനെ യോങ് മിൻജോ ചോദിക്കുവാണ് ഡേയോൺ നീയാണോ ഇത്, ഡേയോൺ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ യോങ് മിൻജോ പറയുവാണ് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. നീ വല്ലതും കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവൾ പറയുവാണ് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നെന്ന്. നീ എന്നെ സെക്കൻഡ് ടൈം കാണുമ്പോൾ ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ദിവസങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് നീ എന്നെ പ്രേതം എന്നൊക്കെ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ. അപ്പോൾ ഡേയോൺ പറയുവാണ് നീ എനിക്കൊരു ഏഞ്ചലിനെ പോലെ ആയിരുന്നു, നീ എപ്പോൾ എൻ്റെ ലൈഫിലോട്ട് കാലെടുത്ത് വെച്ചോ അപ്പോൾ മുതൽ എൻ്റെ ലൈഫ് മാറി, തീർച്ചയായിട്ടും നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നൊരു ഏഞ്ചൽ തന്നെയാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഡാനിയലിന് ഫോൺ ചെയ്തിട്ട് ചോദിക്കുവാണ് ആ മരുന്നുകളൊക്കെ വന്നോന്ന്. അപ്പോൾ ഡാനിയൽ പറയുവാണ് ഞാൻ എമർജൻസി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നാളെ ആ മരുന്നുകളൊക്കെ വരുമെന്ന്. ആ മരുന്നുകളൊക്കെ ആരോ മോഷ്ടിക്കാൻ ശ്രമിക്കുവാണ്, അയാൾക്കും അപ്പോൾ M3 വൈറസ് പിടികൂടുവാണ്. അങ്ങനെ അയാളെ ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ ആരൊക്കെയായിട്ട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അവരെല്ലാവരെയും ബ്ലഡ് ടെസ്റ്റ് എടുക്കുവാണ്. ഈ റിപ്പോർട്ടെല്ലാം യൂഷിജൻ കേണലിൻ്റെ കയ്യിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുക്കുവാണ്. അപ്പോൾ കേണൽ പറയുവാണ് നീ എന്ത് സംസാരിക്കുവാണെങ്കിലും ആ ലൈനിന് അപ്പുറം നിന്ന് സംസാരിക്കുക, ഈ ഡിസീസ് ആ മെഡിക്യൂബിൽ നിന്ന് വേറെ ആർക്കെങ്കിലും പകരുവാണെങ്കിൽ നിന്നോട് ചേർത്ത് എന്നെയും കൂടി അവർ വീട്ടിലോട്ട് പറഞ്ഞു വിടും, അത് നീ നല്ല ഓർമ്മ വെച്ചോ. ഈ ഡിസീസ് പകരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മറക്കരുത്. ഡോക്ടർ സോങ് ആണെങ്കിൽ ഡോക്ടർ കാങ്ങിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ആർട്ടിക്കിൾസ് ചോദിച്ചില്ലായിരുന്നു, അതെനിക്ക് ഫോട്ടോ എടുത്ത് അയക്കാനെന്ന്. അങ്ങനെ ആ ഡോക്ടറും അത് ഫോട്ടോ എടുത്ത് അയക്കുവാണ്. ഡോക്ടർ സോങ് ആണെങ്കിൽ അവർ അയച്ച ആ നോട്ട്സ് എല്ലാം തന്നെ പഠിക്കാൻ തുടങ്ങുവാണ്. അത് ഒരുപാട് നോട്ട്സ് ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ ഡോക്ടർ ഐസൊലേഷൻ റൂമിൽ ഒട്ടിച്ച് വെക്കുവാണ്. നമ്മളുടെ ഹീറോയിൻ ആണെങ്കിൽ രാവിലെ തൊട്ട് ഒരുപാട് ജോലികൾ ചെയ്തതുകൊണ്ട് അവളുടെ കാല് വേദനിക്കുവാണ്. ഇത് കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഹീറോയിൻ പറയുവാണ് നിനക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഹീറോ പറയുവാണ് നീ തമാശ കാണിക്കാതെ ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ടൈപ്പ് ഏതാണെന്ന് പറയാനെന്ന്. അപ്പോൾ ഡോക്ടർ കാങ് പറയുവാണ് ഇങ്ങോട്ട് നോക്കി യൂഷിജൻ, നീ ചെയ്തതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, ഞാനും ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നീ ഇതണക്ക് കോമഡി അടിക്കുമല്ലേ പതിവ്. അപ്പോൾ ഹീറോ പറയുവാണ് എനിക്കിപ്പോൾ നിൻ്റെ കൈ പിടിക്കണമെന്നുണ്ട്, നിന്നെ ഹഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ എന്തോ ചെയ്യാനാണ്, നമ്മൾ ക്വാറന്റൈനിലല്ലേ. അകത്ത് വന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ള കുട്ടികളെയൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പെട്ടെന്ന് അവിടെ പവർ കട്ട് ആവുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുവാണ് എന്ത് പവർ കട്ടായോ, അപ്പോൾ ആ ചീഫ് മാനേജറിൻ്റെ ഓക്സിജൻ സപ്ലൈ ഒക്കെ നിന്ന് കാണുമല്ലോ. അതേസമയം ആ വാർഡിലാണെങ്കിൽ യോങ് മിൻജോ ഇല്ല.
അങ്ങോട്ടേക്ക് വരുന്ന ഡോക്ടറിൻ്റെ ഫ്രണ്ട് ചീഹു അയാളെ നോക്കുവാണ്. പവർ പ്ലാന്റ് മാനേജർ ആണെങ്കിൽ ശ്വാസം വിടാൻ വയ്യാതെ ഭയങ്കര വെപ്രാളമൊക്കെ കാണിക്കുവാണ്. പ്രൈവറ്റ് കിങ്ങും ആ പവർ പ്ലാന്റ് സൈറ്റിൽ അപകടത്തിൽപ്പെട്ട ആളും പേടിച്ച് വരേണ്ട ഒരു മൂലയ്ക്ക് ഇരിക്കുവാണ്. ആ ഡോക്ടർ ആണെങ്കിൽ ഒരു പേടിയില്ലാതെ പേഷ്യൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അയാളെ കൺട്രോളിൽ വരുത്താൻ നോക്കുവാണ്. യോങ് മിഞ്ച് ആ സൂചി എടുത്തുകൊണ്ട് വരുന്ന ഗ്യാപ്പിൽ അയാൾ ആ ഡോക്ടറിൻ്റെ കയ്യിൽ കടിക്കുവാണ്. അയാൾക്ക് നല്ല വേദന എടുത്ത് അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. അതൊന്നും വകവയ്ക്കാതെ ആ പേഷ്യൻറ്റിനെ ഒരു കൺട്രോളിൽ വരുത്താനായിട്ട് നോക്കുവാണ് ഡോക്ടർ. അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഡോക്ടറിൻ്റെ കയ്യിൽ ആ മുറിവ് കണ്ടിട്ട് പറയുവാണ്, നിങ്ങൾക്ക് ഈ രോഗം പകരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പോയിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണമെന്ന്. നമ്മളുടെ 2 ഹീറോയിൻസും പറഞ്ഞു ഇയാളെ വിട്ടിട്ട് ഇവിടുന്ന് പോകാനെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിപ്പോൾ ഇയാളെ വിട്ടിട്ട് ഇവിടുന്ന് പോയാൽ ഇയാൾ ഉടനെ തന്നെ മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇയാളെ രക്ഷിക്കാനുള്ള ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്ക്. ഹീറോയിൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങളിപ്പോൾ ഒരു ട്രെയിനിയിൽ നിന്നും നല്ലൊരു ഡോക്ടറായിട്ട് മാറിയിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറയുന്നു. പ്രൈവറ്റ് കിമ്മും സല്യൂട്ട് ചെയ്തിട്ട് പറയുവാണ്, നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കും അഭിമാനമുണ്ട്, നിങ്ങൾ യഥാർത്ഥത്തിലൊരു ഹീറോ തന്നെയാണെന്ന്. ഏത് പേഷ്യൻറ്റിൻ്റെ അടുത്താണോ താനൊരു ഭയന്നോടുന്ന ഭീരു അല്ല എന്ന് തെളിയിക്കണമെന്ന് വിചാരിച്ച അയാൾ തന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുവാണ്, നിങ്ങൾ ഇന്ന് കാണാനൊരു ഡോക്ടറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. ഇത് കേട്ടിട്ട് ആ ഡോക്ടറിന് സന്തോഷവും സങ്കടവും എല്ലാം കൂടി വരുവാണ്. ആർഗസ് ആണെങ്കിൽ അയാളുടെ മൊത്ത ടീമുമായിട്ട് അവിടെ വന്നേക്കുവാണ്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഫാത്തിമേനെ ഇങ്ങനെ മുറുക്കി പിടിച്ച് നിൽക്കുവാണ്. നമ്മുടെ ഹീറോ ചോദിക്കുവാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിനക്ക് ഇവിടെ എന്താ കാര്യമെന്ന്. അപ്പോൾ അയാൾ പറയുകയാണ്, എനിക്ക് ഉടനെ തന്നെ ചീഫ് മാനേജറിനെ കാണണമെന്ന്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, അയാൾക്ക് M3 വൈറസ് കൺഫേം ചെയ്തിട്ടുണ്ട്, അയാളെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് വെച്ചേക്കുവാണെന്ന്. എന്താ ഡോക്ടർ, നിങ്ങൾക്ക് ഈ ഡ്രഗിനെ കുറിച്ച് അറിയാമല്ലോ, ഇത് അത്ര പെട്ടെന്നൊന്നും കിട്ടുന്ന സാധനമൊന്നും അല്ല. ഒരുപക്ഷെ നിങ്ങൾക്കിത് കിട്ടിയാൽ ജീവന് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഡ്രഗ്സ് വേണമെങ്കിൽ നിങ്ങളുടെ പുറകെ നിൽക്കുന്നില്ലേ ആ റെഡ് ഉടുപ്പിട്ട പെൺകുട്ടി, അവളെ എൻ്റെ കൂടെ അയക്കണം. അവളെ എൻ്റെ കൂടെ അയച്ചാൽ ഞാനിത് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നിങ്ങളുടെ ഡ്രഗ്സ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളല്ലാതെ തന്നെ അത് മേടിച്ചോളാം. അപ്പോൾ യൂഷിജൻ അയാളോട് വെളിയിൽ പോകുന്നു പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കുവാണ്. ഹീറോയിൻ നഴ്സ് കോയിൻ്റെ അടുത്ത് പറയുകയാണ്, എല്ലാവരുടെ റിസൾട്ടും വന്ന് നിങ്ങൾ കുറച്ച് ഡോക്ടർ സോങ്ങിനെ ഒന്ന് ചെക്ക് ചെയ്യ്, ഞാൻ ഫാത്തിമയുടെ കൂടെ ഇവിടെ നിൽക്കുവാണ്. നഴ്സ് അപ്പോൾ ഡോക്ടർ സോങ്ങിൻ്റെ റിസൾട്ട് എന്തായെന്ന് ചോദിച്ചിട്ട് മുഖം ഒരു വിഷമമുള്ള പോലെ വെച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നീ നേരത്തെ വന്നതിനെക്കാട്ടിൽ ഇപ്പം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു, എൻ്റെ കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല, വിഷനൊക്കെ കറക്റ്റാണ്. എന്തായി, എൻ്റെ റിസൾട്ട് നെഗറ്റീവ് തന്നെയല്ലേ, എനിക്ക് വെറും കോൾഡ് മാത്രമല്ലേ. അപ്പോൾ നഴ്സ് പറയുകയാണ്, നിങ്ങൾക്ക് റിസൾട്ട് നെഗറ്റീവാണ്, ഞാൻ ഒരുപാട് പേടിച്ചു പോയി അറിയുമോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അതിനുശേഷം ഡോക്ടർ സോങ് പറയുകയാണ്, ഞാൻ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാനൊരു റിസൾട്ട് കണ്ടുപിടിച്ചു. ഫുള്ളായിട്ട് റിക്കവറായ നമ്മളുടെ ഡോക്ടർ ആണെങ്കിൽ ഹീറോയിൻ്റെ കൂടെ ചേർന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഡിസീസ് ആണെങ്കിൽ 2007 നിന്നും 2011 വരെ വെസ്റ്റേൺ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കണ്ടെത്തലിലാണെങ്കിൽ C4 എന്ന് പറയുന്ന ആ ഒരു ഡ്രഗ് ഇതിന് നല്ലൊരു ആശ്വാസം തന്നെ നൽകും. നമുക്ക് അവസാനമായിട്ട് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുവാണ്. അപ്പോൾ നഴ്സ് പറയുവാണ്, ഞാൻ ഓൾറെഡി ഡാനിയലിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ ഡ്രഗ്സ് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന്. ഉറങ്ങി എഴുന്നേൽക്കുന്ന യോങ് മിഞ്ചു ആണെങ്കിൽ ഫോണിലോട്ട് സമയം നോക്കുമ്പോഴും ഒന്നും അവൾക്ക് കറക്റ്റായിട്ട് അത് കാണാനൊന്നും പറ്റുന്നില്ല. ഇത് കാണുന്ന യോങ് മിഞ്ചു ആണെങ്കിൽ ഉടനെ അച്ഛന് ഫോൺ ചെയ്യുവാണ്. അച്ഛാ, നിങ്ങൾക്ക് എനിക്ക് വയ്യാത്ത കാര്യം അറിയാമല്ലോ, അതറിഞ്ഞിട്ടും എന്താ എന്നെ ഇതുവരെയായിട്ടും വിളിക്കാതിരുന്നത്. യോങ് മിഞ്ചുവിൻ്റെ അച്ഛനായിട്ടുള്ള കമാൻഡർ അപ്പോൾ പറയുവാണ്, നീ ജീവനോടെ വരുന്നതിൽ 50% മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നത് കേട്ടു. ഒരു അച്ഛനായിട്ടും ഒരു കമാൻഡറായിട്ടും എനിക്ക് എന്തോ ചെയ്യണമെന്നറിയത്തില്ല, നീയായിട്ട് എനിക്ക് കോൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാതിരുന്നത്. അപ്പോൾ യോങ് മിഞ്ചു പറയുവാണ്, അച്ഛാ എനിക്ക് 2 റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ കമാൻഡറും പറയുവാണ്, അതെന്താ നിൻ്റെ റിക്വസ്റ്റ്, തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഈ സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെ വരട്ടിയില്ലായിരുന്നു, നിങ്ങളുടെ മോളെയും ഫസ്റ്റ് ലൂട്ടനൻറ്റിനെയും നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ പറഞ്ഞതിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ കമാൻഡർ പറയുകയാണ്, നീ ഇതുപോലെ എപ്പോഴും എന്നെ വിഷമത്തിലാക്കിക്കൊണ്ടിരിക്കണം, എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം, നീ ദയവ് ചെയ്ത് സുഖമായിട്ട് തിരിച്ചു വാ, എന്താണ് നിൻ്റെ 2ാമത്തെ റിക്വസ്റ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യോങ് മിഞ്ചു പറയുകയാണ്, ഒരുപക്ഷെ ഞാൻ ജീവനോടെ വരുവാണെങ്കിൽ ഒരിക്കലും ഡേയോൻ്റെ യൂണിഫോം അവനിൽ നിന്നും അകറ്റി വെക്കരുത്. അന്ന് നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ വെളിയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പഴയതെല്ലാം ആലോചിക്കുവാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഡേയോൻ്റെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം അച്ഛാ, നിങ്ങൾ എനിക്ക് വേണ്ടി വിഷമിച്ചു, ഞാൻ പക്ഷേ ഡേയോണിന് വേണ്ടിയിട്ടാണ് വിഷമിച്ചത്. തീർച്ചയായിട്ടും ഞാൻ അവസാനം വരേക്കും അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കമാൻഡർ പറയുകയാണ്, ഇതാണ് എൻ്റെ മകൾ,
നീ തീർച്ചയായിട്ടും തിരിച്ചു വരും. ആ ഫോൺ പോലും യോങ് മിൻജുവിന് താഴെ വെക്കാൻ പറ്റുന്നില്ല. ഫോൺ തറയിൽ വീഴുവാണ്. അതിൻ്റെ കൂടെ തന്നെ യോങ് മിൻജുവും വീഴാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹീറോയിൻ വന്ന് അവളെ പിടിക്കുവാണ്. ഇവളുടെ ഫീവർ കുറച്ച് അധികമായിട്ട് തന്നെ ഇരിക്കുവാണ്. അത് കുറയുന്നൊന്നുമില്ല. ഇവളുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ഓവറായിട്ട് റിയാക്ട് ചെയ്യുവാണ്. ഈ M3 വൈറസിൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ള സൈഡ് നമ്മൾ കാണാൻ പോവുകയാണ്. ഇവളുടെ ടെമ്പറേച്ചർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കുറയ്ക്കണമെന്ന് അറിഞ്ഞിട്ട് യോങ് മിൻജുവിനെ എടുത്തുകൊണ്ട് പോയിട്ട് ആ ടബിൽ വെക്കുവാണ്. അവൾക്ക് എന്നിട്ടും ഒരു ബോധമൊന്നും ഇല്ലാത്തതുപോലെ ഇരിക്കുവാണ്. അപ്പോഴാണ് ഹീറോയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ഡാനിയലിനെയും അയാൾ കൊണ്ടുവന്ന ആ ഒരു ഡ്രഗ്സിനെയും ആരോ കടത്തിക്കൊണ്ട് പോയെന്ന്. ഹീറോയിൻ പറയുവാണ്, നമ്മളുടെ കയ്യിൽ ഇനി ഒരു 1 hour മാത്രമേ ഉള്ളൂ. ആ 1 hourനുള്ളിൽ യോങ് മിൻജുവിന് ആ ഡ്രഗ് കൊടുത്തില്ലെങ്കിൽ സിറ്റുവേഷൻ ഇനിയും ബാഡാവും. ഞങ്ങൾ ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്നത് CT ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരുപക്ഷെ നമ്മൾ വീണ്ടും ഈ ഡ്രഗ്സ് വേണമെന്ന് പറഞ്ഞാലും അത് കൊണ്ടുവരാൻ ഇനി 4 മണിക്കൂർ വേണ്ടി വരും. എന്തെങ്കിലും ചെയ്യണമെന്ന് ഹീറോയിൻ പറയുമ്പം ഫസ്റ്റ് ഹീറോയിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അപ്പോഴാണ് നമ്മളുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആർഗസ് ആണെന്ന്. ഞങ്ങൾ ഉടനെ തന്നെ ആ മരുന്നുകളോടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ 2 ഹീറോസും അങ്ങോട്ടേക്ക് പോവുകയാണ്. ആർഗസ് പറയുവാണ്, നിങ്ങൾക്ക് ആ മരുന്നുകളൊക്കെ തിരിച്ചു വേണമെങ്കിൽ ചീഫ് മാനേജറിൻ്റെ വയറ്റിൽ നിന്നെടുത്ത ആ ഡയമണ്ട്സ് ഒക്കെ തിരിച്ചു കൊടുക്കണമെന്ന്. നമ്മളുടെ 2 ഹീറോസ് ആണെങ്കിലും ഒരു വഴിയില്ലാതെ തന്നെ ആ ഡയമണ്ട്സ് എല്ലാം കൊടുത്തിട്ട് ആ ഡ്രഗ്സ് എല്ലാം മേടിച്ചുകൊണ്ട് വരുവാണ്. നഴ്സ് ഹീറോയിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ ഹീറോയിൻ വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫാത്തിമേനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഹീറോയിൻ കാണുവാണ്. ഫാത്തിമയുടെ വില്ലേജിലുണ്ടായിരുന്ന മറ്റ് ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ സറണ്ടർ ആയിട്ടുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിങ്ങിൽ ഫാത്തിമയ്ക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഹീറോയിൻ അവളെ വിട്ടു തരണമെന്ന് കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊന്നും സമ്മതിക്കുന്നില്ല. ഡാനിയലിൻ്റെ വൈഫാണെങ്കിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മരുന്നുകളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ പ്രൈവറ്റ് കിം ചോദിക്കുവാണ്, മരുന്നുകളൊക്കെ ഉണ്ടായിട്ടും എന്താ അത് ഉപയോഗിക്കാത്തതെന്ന്. അപ്പോൾ ഡാനിയലിൻ്റെ വൈഫ് പറയുവാണ്, ഈ മരുന്നുകളെല്ലാം ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടുന്നത്. മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുന്നതിനെല്ലാം മൂല്യം കുറവായിരിക്കും. ഏത് മരുന്നിനായിരിക്കും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ആ ഒരു മരുന്നായിരിക്കും അവർ കൂടുതലും പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അവർക്ക് ലാഭമില്ല എന്നവർ മനസ്സിലാക്കിയാൽ ആ മരുന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അവർ നിർത്തും. ഇത് കേൾക്കുന്ന പ്രൈവറ്റ് കിം ആണെങ്കിൽ ഒരാളുടെ ജീവൻ പോകുന്ന സമയത്തും അവർ വ്യാപാരത്തിൻ്റെ കാര്യമാണോ നോക്കുന്നത്. അപ്പോൾ ഡാനിയലിൻ്റെ വൈഫ് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, അങ്ങനെയാണ് ഈ ലോകത്ത് നടക്കുന്നത്. ആ മെഡിസിൻ വന്ന ഉടനെ തന്നെ യോങ് മിൻജുവിന് അത് ഇഞ്ചക്ഷൻ ചെയ്യുവാണ്. ചീഫ് മാനേജറിനും അത് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഡേയോൺ യോങ് മിൻജുവിനെ കാണാനായിട്ട് വരുവാണ്. തണുത്തിരിക്കുന്ന യോങ് മിൻജുവിൻ്റെ കൈ ഡേയോൺ എടുത്ത് ഇറുക്കി പിടിക്കുവാണ്. നഴ്സ് യോങ് മിൻജുവിനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ടെമ്പറേച്ചർ നല്ല കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ടബിൽ നിന്ന് എടുക്കാമെന്ന് പറയുവാണ്. യൂഷിയും ചോദിക്കുവാണ്, ശരി ക്യാങ് എവിടെ പോയിന്ന്. അപ്പോൾ നഴ്സ് പറയുവാണ്, നിങ്ങൾക്ക് ഇന്നലെ നടന്നതൊന്നും അറിയത്തില്ലേ? ഇന്നലെ ഫാത്തിമേനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നു. അവളെ തനിയെ വിടണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ക്യാങ്ങും അവളുടെ കൂടെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് കാർ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഫാത്തിമ നടുറോട്ടിൽ നിൽക്കുന്നത് കാണുന്നു. ഫാത്തിമയുടെ വാ മൂടി കെട്ടിയേക്കുന്നുണ്ട്, കയ്യിലാണെങ്കിൽ കയറ് വെച്ചും കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കെട്ടെല്ലാം അഴിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫാത്തിമയുടെ കാലിൽ ആരോ വെടിവെക്കുവാണ്. ആരാന്നിങ്ങനെ നോക്കാൻ നേരത്ത് നമ്മുടെ ഹീറോയിനെ അവർ പിടിച്ചു വെച്ചേക്കുന്നത് കാണുവാണ്. എൻ്റെ കയ്യിലുള്ള ഡയമണ്ട്സ് മണീസ് എല്ലാമായിട്ട് എനിക്ക് സേഫായിട്ട് ഇവിടെ നിന്ന് പോകണം. അതിനുള്ള വഴി നീ തന്നെ എനിക്ക് ഒരുക്കി തരണം. ഇന്ന് 2 മണിക്കുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് പോകണം. നീ ലേറ്റായിട്ടും വരാനും പാടില്ല, നേരത്തെയും വരാനും പാടില്ല. പറഞ്ഞ സമയത്തിന് തന്നെ നീ എത്തിച്ചേരണം. അതുമാത്രമല്ല എനിക്കിവിടുന്ന് പോകാനായിട്ട് ഒരു ഹെലികോപ്റ്ററും കൂടി നീ അറേഞ്ച് ചെയ്യണം. എല്ലാം ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഇവളെ ഇവിടുന്ന് കൊണ്ടുവെക്കോ. അവിടുന്ന് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ആർമി ഓഫീസിലേക്കാണ്. ആൽഫ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഞാൻ ഉടനെ തന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിടികൂടി വെച്ചേക്കുന്ന ഡോക്ടർ കാങ്ങിനെ ഉറപ്പായിട്ടും ഞാൻ അവിടെ നിന്ന് രക്ഷിക്കും. ഇത് കേൾക്കുന്ന കേണലാണെങ്കിൽ പറയുവാണ്, നീ എന്ത് പറയുന്നതെന്നറിയാവോ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പെർമിഷൻ നമുക്ക് നമ്മുടെ ഹെഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിന്നെക്കൊണ്ട് ഒരടി കൂടെ ഇവിടെ നിന്ന് എടുത്തു വെക്കാൻ പറ്റില്ല. നീ ഇവിടെ തന്നെ നിൽക്കണം. ഹോസ്റ്റേജ് റെസ്ക്യൂ മിഷനെ ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് കേൾക്കുന്ന ബ്ലൂ ഹൗസിൽ നിന്ന് പറയുകയാണ്, നിങ്ങളെന്തോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ആദ്യമേ അറബ് പ്രസിഡന്റിനെ വെച്ച് അത്രയും വലിയൊരു കാര്യം നിങ്ങൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ CIAയുടെ വിഷയത്തിൽ കൈവച്ചേക്കുവാണ്. നിങ്ങൾക്ക് തന്നേക്കുന്ന പവർ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊരു നാഷണൽ പ്രോബ്ലം ആണ്. നിങ്ങളുടെ സ്ഥലം രാജ്യം ഒന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് എൻ്റെ രാജ്യത്തെയാണ് രക്ഷിക്കേണ്ടുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തു നിന്നും പോവുകയാണ്. ഫോണിൽ സംസാരിക്കുന്ന കമാൻഡർ പറയുവാണ്, നിനക്ക് ഞാൻ 3 മണിക്കൂർ സമയം തരാം. നീ ആൽഫ ടീമിൻ്റെ മെമ്പറും അല്ല, ഉറൂക്ക് ആർമി ബേസിൻ്റെ കമാൻഡറും അല്ല, റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ക്യാപ്റ്റനും അല്ല. ഈ പദവികളൊന്നും ഇല്ലാതെ തന്നെ നീ അവളെ രക്ഷിക്കുക. ഇതിൽ നിനക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നമ്മളുടെ ഹീറോയും നോ സാറെന്ന് പറയുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ അറബ് ഗാർഡിന് ഫോൺ ചെയ്യുവാണ്. നിങ്ങളുടെ അടുത്തൊരു സഹായം ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. എൻ്റെ കയ്യിലിരിക്കുന്ന അവസാനത്തെ ഗോൾഡ് കാർഡ് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഹെലികോപ്റ്റർ വേണം. നമ്മളുടെ ഹീറോയിനെ രക്ഷിക്കാനായിട്ട് നമ്മളുടെ ഹീറോ വേഗത്തിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.